സ്റ്റാർട്ട് ചെയ്തിട്ട് മനം പോലെ മംഗല്യമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരും. സോ നമ്മുടെ ലാസ്റ്റ് ഡേ ആണല്ലേ, സെലിബ്രേഷൻ്റെ ഒരു ലാസ്റ്റ് ഡേ ആണ്. നമ്മുടെ ലൈഫ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു 4 ദിവസമായിട്ട് കുറേ പേര് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അല്ലേ? ഇവരൊന്നും വീട്ടിലും പോയിട്ടില്ല, എവിടെയും പോയിട്ടില്ല. നിങ്ങൾ എവിടെ പോകുന്നോ നിങ്ങളുടെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു ദിവസം ചെറായി പോയി, അവിടെ വന്നു ട്രിവാൻഡ്രം പോയി, മൂവാറ്റുപുഴ പോയി, ഇപ്പോൾ നമ്മളിവിടെ റെക്കയിലെത്തി. എല്ലായിടത്തും ഇങ്ങനെ സഞ്ചരിച്ച് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് പില്ലേഴ്സ് എന്ന് തന്നെ പറയേണ്ടി വരും. സോ എന്താണ് ഈ ഒരു മൊമെന്റിൽ നമ്മളെ ലാസ്റ്റ് ഡേയിൽ പറയാനുള്ളത് ടു ബോത്ത് ഓഫ് യു? അല്ല, ഇപ്പൊ പറഞ്ഞ പോലെ ഇവര് ഞങ്ങൾ കണ്ട് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് കണ്ടിട്ട് മടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു വെറൈറ്റി എൻട്രി കൊടുത്തത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? എന്നും ഒരേ മുഖം കണ്ടിട്ട് ഇതാകുമ്പോ ഒരു വണ്ടി കുറച്ച് തീയും ഒക്കെ ആകുമ്പോ കുറച്ച് അത് നടക്കണ്ട. അല്ല, അവർക്കും കാണുമ്പോ ഞങ്ങള് നോക്കണ്ടല്ലോ, അതൊക്കെ നോക്കിയിരിക്കാലോ. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ തന്നത്. പിന്നെ അതെ, ഇന്നാണ് ലാസ്റ്റ് ഡേ. ഇനി ഇവരെല്ലാരും പോവും, നമ്മൾ ഒരുമിച്ച് ഇനി എന്തൊക്കെയാവോ എനിക്കറിയില്ല. എന്താ പറയുന്നത്? 4 ദിവസമായിട്ട് എല്ലാവരും ഒരുമിച്ചുണ്ട്. ആ ഒരു സന്തോഷവും ഹാപ്പിനെസ്സും എല്ലാം ഉണ്ടായിരുന്നു. സോ എല്ലാം നന്നായി പോയി. സോ ലാസ്റ്റ് ഡേ നന്നായി പോട്ടെ. അല്ല, ഫങ്ഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനിയാണ് യഥാർത്ഥ അംഗം വെട്ടാൻ പോകുന്നത്. അത് ഇതുവരെ ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനിയൊക്കെയാണ് നാളെ മുതൽ ഇങ്ങ് കാണാം അല്ലേ? സോ ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമുക്ക് രണ്ടുപേരെയും കുറിച്ച് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. വി നോ രണ്ടുപേരെയും കുറിച്ച്, സ്വാസിക ആൻഡ് പ്രേം ജേക്കബ്. ആൻഡ് രണ്ടുപേരും ഇപ്പോൾ ഇവിടെ വെഡിങ്ങും കൂടെ കഴിഞ്ഞ് കുറച്ച് ദിവസമായി വെഡിങ് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് റിസപ്ഷനിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഓഫ്കോഴ്സ് ഈ ഒരു മൊമെന്റിൽ പാരൻസിനെ എന്താണെങ്കിലും വെൽക്കം ചെയ്യേണ്ടതുണ്ട് അല്ലേ? പാരൻസിനെ വെൽക്കം ചെയ്യില്ല നമ്മള്. ഞാൻ നല്ലൊരു ഗ്രാൻഡ് വെൽക്കം കൊടുക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചേട്ടന് നല്ലൊരു ഗ്രാൻഡ് വെൽക്കം ഒക്കെ കൊടുത്തിട്ട് വെൽക്കം ചെയ്യാം. ആൻഡ് ആളിവിടെ ഫ്രണ്ടിൽ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കയറിക്കോട്ടെ. സോ വൺ സെക്കൻഡ് ഷാപ്പ് ചേട്ടന് ഒരു നല്ല കൈഡി കൊടുക്കാം. സോ ഓൾറെഡി ഓള് ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. സോ അടുത്തതായിട്ട് നമ്മൾ സ്വാസികയുടെ പാരൻസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നല്ലൊരു കൈഡി കൊടുത്ത് ലെറ്റ് മീ വെൽക്കം വിജയ് കുമാർ ആൻഡ് ഗിരിജ വിജയ് ഓൺ സ്റ്റേജ്. ഹ്യൂജ് അപ്ലോസ്. രണ്ടുപേരും കൈകളൊക്കെ കോർത്ത് പിടിച്ച് ഒന്നിച്ച് ജോയിൻ ചെയ്യും. സോ അടുത്തതായിട്ട് നമ്മൾ ചിറ്റയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ലെറ്റ് മീ വെൽക്കം പ്രിയ ചിറ്റ ഓൺ സ്റ്റേജ്. ബ്രദേഴ്സിനെയും കൂടെ സ്വാഗതം ചെയ്യാണ്ട് നല്ലൊരു കൈഡി കൊടുക്കല്ലേ. സോ അച്ഛ, കുറെ ദിവസമായില്ലേ നമ്മൾ ആഘോഷം തുടങ്ങിയിട്ട്, എന്താണ് അച്ഛൻ ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? മോള് നിൽക്കുന്നു, മോൻ അടുത്ത് നിൽക്കുന്നു. പ്രത്യേകം ഒന്നും പറയാനില്ല, പക്ഷെ വളരെ സന്തോഷമായി. ഈ 3-4 ദിവസത്തെ ആഘോഷം വളരെ ഗംഭീരമായി. സഹകരിച്ച എല്ലാവരോടും താങ്ക്സ്. അതാണ്, സഹകരിച്ച എല്ലാവരോടും താങ്ക്സ് ആണ് പറയുന്നത്. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അമ്മയോട് ചോദിച്ചപ്പോ ചിറ്റ പറയുന്നു. ചിറ്റയ്ക്കാണല്ലോ ചിറ്റ കൂടുതൽ സപ്പോർട്ടൊക്കെ വരുന്നത്. ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഇത് ആഘോഷം എല്ലാം കഴിഞ്ഞു. ഇവള് വീട്ടിൽ ഉണ്ടാവാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകില്ലേ. സന്തോഷം, ഭയങ്കര സന്തോഷത്തിലാണ് ഈ നിൽക്കുന്നത്. നമ്മൾ അമ്മൂമ്മയും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. എന്താണ് കൊച്ചുമോളെ കുറിച്ച് പറയാറുള്ളത്? കൊച്ചുമോൾ ഇടയ്ക്കൊക്കെ അമ്മൂമ്മേനെ കുറിച്ച് ഇന്റർവ്യൂല് പറയാറുണ്ട്. ചിരകാല അഭിലാഷമാണ് ഇന്ന് നടന്നത്. കുറെ കാലങ്ങളായിട്ട് ഇവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഏതായാലും എന്റെ ആഗ്രഹം സാധിച്ചു. നീ വല്ല ആഗ്രഹമുണ്ടോ? ഞാൻ പറയണ്ടല്ലോ, പറയണോ? നമുക്ക് അറിയണമല്ലോ എന്താണ് അടുത്ത. മോൾ കൊച്ചുമോളുടെ കല്യാണമായിരുന്നു ഒരു ആഗ്രഹം, അത് നടന്നു. ഇനി അടുത്ത ആഗ്രഹം എന്താ? ഒരു കൊല്ലം കഴിയുമ്പോ ഒരു വാവ എന്റെ കയ്യിൽ തന്നെ. എനിക്ക് അതിനെ കുളിപ്പിക്കണം, പൊട്ടുപൊടിക്കണം, എല്ലാം ചെയ്യണം. കേട്ടോ സ്വാസിക? പ്രേം കേട്ടല്ലോ? രണ്ടുപേരും കേട്ടല്ലോ? 1 വർഷമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം. 1 വർഷം കൊണ്ട് കൈ കൊച്ചിനെ കൊടുത്തിരിക്കണം. അതാണ് നിങ്ങൾക്കുള്ള കേട്ടല്ലോ. പറ്റാണ്ട് വരില്ലേ? അതിനെ കുളിപ്പിക്കുമ്പോ കുഞ്ഞ് നിൽക്കണം, അതിനൊന്നും പറ്റാണ്ട് വരും. അപ്പൊ അടുത്ത കൊല്ലം അങ്ങനെ ഇങ്ങനെ തന്നെ ജീവിക്കണം എനിക്ക്. ഫുൾ പ്ലാനിങ് ആണ്. കുളിപ്പിക്കൽ വരെ ഒരു സെറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ അച്ഛനും അമ്മയും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്.
എന്താണ് പപ്പ പറയാനുള്ളത് എല്ലാവരോടും? എനിക്ക് ദാക്ഷായണിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളങ്ങ് തിരുവനന്തപുരത്ത് കൊണ്ടുപോയാലോ എന്നിങ്ങനെ ആലോചിക്കുക. ഞങ്ങളുടെ വീട്ടിലൊരു അമ്മൂമ്മയില്ല. അണ്ടേ പോവാം, കഴിയട്ടെ, ഇത് കഴിയട്ടെ, കഴിഞ്ഞിട്ട് മതി, ഈ പരിപാടി കഴിഞ്ഞിട്ട് മതി. അപ്പൊ ഞങ്ങളുടെ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരികയാണ് ദാക്ഷായണി അമ്മൂമ്മ. തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ ഫ്രം മൂവാറ്റുപുഴ. യെസ്. അമ്മമാരിങ്ങനെ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കണം. അപ്പൊ നമ്മുടെ ശ്യാംചേട്ടൻ ഉണ്ട്. ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. 2-3 ദിവസമായിട്ട് നമ്മളിങ്ങനെ പരിപാടികളും കാര്യങ്ങളായിട്ട് ഓട്ടത്തിലാണ്. ചെറിയ ക്ഷീണമുണ്ട്, എന്നാൽ പോലും നമ്മളെല്ലാവരും ഇങ്ങനെ ചിരിച്ച മനസ്സോടെ ഇങ്ങനെ കാണുന്നു. എല്ലാവരുടെ മുഖം കാണുമ്പോൾ വീണ്ടും നമ്മൾ എനർജറ്റിക് ആവുകയാണ്. ഇറ്റ്സ് ഗോയിങ് ഗുഡ്. ഇന്നത്തെ ദിവസം കലാശക്കോട്ടാണ്. നമ്മൾ മാക്സിമം തകർത്ത് തീർക്കണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. സോ വൺസ് അഗൈൻ എല്ലാവരും ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ സന്തോഷിക്കുകയാണ്. ഫ്രം യുവർ സൈഡ് എന്ത് ബ്രദേഴ്സിന് 3 പേർക്കൊന്നും പറയാനില്ലേ? 3 പേര് അങ്ങോട്ട് ചൂടുന്നു ഇങ്ങോട്ട് ചൂണ്ടുന്നു. നമ്മൾ കള്ളൻ ആരാന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കില്ലേ? അതുപോലെയാണ് 3 പേരും. ആര് പറയുന്നു? ആകാശ് പ്ലീസ്. അമ്മൂമ്മയ്ക്ക് വേറെ ഒന്നും പറയാനില്ല കേട്ടോ. ഇവിടെ ചോദിച്ചപ്പോൾ അമ്മൂമ്മനെ തോണ്ടി വിളിച്ച് പറയാം 3 പേർക്കും അമ്മാവന്മാർ അവിടെ നിന്ന്. വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ 3-4 ദിവസം ഒരുമിച്ച് എല്ലാവരും സെലിബ്രേഷൻ ആവും. ഇപ്പോൾ ലാസ്റ്റ് ദിവസം അല്ല, വളരെ സന്തോഷമുണ്ട് പറഞ്ഞ പോലെ. പിന്നെ അവളെപ്പോഴായിരുന്നു വീട്ടിൽ എന്തെങ്കിലും പരിപാടി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. ഇനി അത് ഇച്ചിരി അത് കുറയുമായിരിക്കും. എന്നാലും സന്തോഷമുണ്ട്. എല്ലാവരും വന്നതിന് നന്ദി. ഇല്ല, ഒന്നും പറയില്ല. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഓൾറൈറ്റ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ഫാമിലിയാണ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു മൊമെന്റിൽ നിൽക്കുന്നത്. നമ്മുടെ സ്റ്റേജ് ഇപ്പോൾ കുറച്ചുകൂടെ ബ്ലെസ്ഡ് ആയിരിക്കുകയാണ്. കുറച്ചുകൂടെ കളർഫുൾ ആയിട്ട് നിൽക്കുന്ന മൊമെന്റിൽ ഈ ഒരു കളർഫുൾ ഒട്ടും കുറയ്ക്കാൻ നമുക്കൊരു ഫാമിലി ഫോട്ടോയിലേക്ക് പോവാം. രമേശ കുറെ നേരമായി പറയണു ഇത് ഇവരുടെ ലാസ്റ്റ് സെലിബ്രേഷനാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഒരു സെലിബ്രേഷൻ്റെ തുടക്കമാണ്. കാരണം മാരേജ് കഴിഞ്ഞു, ഇനി അങ്ങോട്ട് സെലിബ്രേഷനാണ്. കാരണം 2 ഫാമിലീസാണ് ഒന്നായിരിക്കുന്നത്. ഒരു ഫാമിലി ഓക്കെ, അടുത്ത ഫാമിലിയും കൂടെ വരുമ്പോൾ ഇനി ഒരു ഗ്രാൻഡ് ലൈഫ് ആവാൻ പോകണം മുന്നോട്ട്. സോ ഐ മീൻ വി വിഷ് സ്വാസിക ആൻഡ് പ്രേം വെരി വെരി ഹാപ്പി മാരീഡ് ലൈഫ്. പിന്നെ ഞാൻ സ്വാസിക്കേനെ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ്സാണ് മീനാക്ഷി ശേഷാദ്രി. അപ്പോൾ അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി സ്വാസിക 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 പ്രേമിൻ്റെ സ്വാസിക സ്വാസിക സ്വാസിക. So I really love you a lot as a person, as an actress. Swastika is a very very sweet person. ഇനി ഒരുപാട് ഉയർച്ചകളിലേക്ക് എത്തട്ടെ. പ്രേം, you as well. ഒരു വണ്ടർഫുൾ ആക്ടർ ആണെന്ന് എനിക്കറിയാം. ഇവരുടെ 2 പേരുടെയും ഫോട്ടോസ് കണ്ടപ്പോൾ they look great together.
അറിയിച്ച സോങ്ങിന്റെ ശബ്ദം നോക്കിയ 2 lines, 3 lines, 4 lines. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പം ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ്. ഇങ്ങനെ ഒരു സോങ് ഗൗതം മ്യൂസിക് ചെയ്ത, ഗൗതമിൻ്റെ അമ്മ എഴുതി, ഞാനും ഋതു കൃഷ്ണസുന്ദരമാണ് പാടിയത്. ഇപ്പോൾ ഇവർക്ക് വേണ്ടി 2 lines പാടാം. നിറയുമിതൊരു നറുനിലവൊളി നീ, അനുപമലയതര സംഗീതം ഉയരായി ജന്മം, ഈണം തേടും കിളികൾ പോ ഉയരാനോ ചിറകാൽ നീ ഇന്നും കൂടെ തണലാകാം. Thank you. So once again, thank you so much. നിങ്ങൾ ഹാപ്പി അല്ലേ കേക്കില്? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും വലിയൊരു കേക്ക് ഫസ്റ്റ് ടൈം ആണോ ഞാൻ ഇത്രയും വലിയ കേക്ക് കട്ട് ചെയ്യുന്നതും കാണുന്നതും, അല്ലേ? അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ റെഡ് കളർ, അതിലൊരു ബേജ് ഒക്കെ കോമ്പിനേഷൻ കാണാനും നല്ല ഭംഗിയുണ്ട്. താങ്ക് യു സജിന. സോ ഇത് ചെയ്തിരിക്കുന്നത് once again സജിനത്തെയാണ് ഫ്രം ലാറിൻ കേക്സ്. താങ്ക് യു സോ മച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ ആയിക്കോട്ടെ, എല്ലാവരും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കിത് മൊത്തത്തിൽ നമ്മൾ കളർഫുൾ ആക്കിയിട്ടുണ്ട്. റെഡിയാണോ കേക്ക് കട്ട് ചെയ്യാൻ? രണ്ടുപേരും, എനിക്ക് തോന്നുന്നു രണ്ടുപേരും കൂടെ ഒന്നിച്ച് നിൽക്കുകയാണ് നല്ലത്. എന്നാലേ നിങ്ങളുടെ ഫേസ് കാണുള്ളൂ. ഒരു മിനിറ്റ് കട്ടിയില്ല പറയോ ധൃതി പിടിക്കരുത്. സോ കസിൻസ് എല്ലാവരും റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? നമുക്ക് എല്ലാവരും കൂടെ കൗണ്ട് ചെയ്താലോ? ഓക്കെ, 3, 2, 1. Congratulations. എക്സ്ക്യൂസ് മീ ചേച്ചി. യെസ്, നമ്മുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആണ് സ്വാസിക. എന്താണ് പറയാനുള്ളത്? സ്വാസികയുടെ ഒരു സെലിബ്രേഷനിലാണ് നിൽക്കുന്നത് നമ്മള്. ശ്വാസികയുടെ കല്യാണത്തിന് ഞാൻ വന്നില്ലെങ്കിൽ പിന്നെ ഇനി വേറെ ഏത് കല്യാണത്തിന് പോകാനാണ്. ശ്വാസിക എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. എല്ലാം കൊണ്ടും ഞങ്ങൾ വളരെ നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. ഒരുപാട് സന്തോഷം. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. പ്രേമനും താങ്ക് യു. ഏറ്റവും വലിയൊരു ഭാഗ്യ നിമിഷത്തിൽ എനിക്ക് പങ്കാളിയാൻ സാധിച്ചു. ഏറ്റവും നല്ല ജോഷി സാറിൻ്റെ അനുഗ്രഹം മേടിച്ചിട്ടുള്ള ആ ഒരു നിമിഷത്തിൽ പിന്നെ ജീവിതത്തിൻ്റെ പകുതി തീർന്നു. മോശമൊന്നും നല്ലതായിരിക്കുള്ളൂ. ഒരാൾ കാത്തിരിക്കാൻ വീട്ടിലുണ്ടാവും. അപ്പനമ്മയും കാത്തിരിക്കുന്ന പോലെയല്ല, സംശയദൃഷ്ടിയോടുകൂടെ കാത്തിരിക്കാനായിട്ട്. അതെപ്പോഴും നമുക്ക് അതാണ് നമ്മുടെ സ്നേഹം നിലനിർത്തുന്നത്. ആരെ കൈയടിച്ച് വീട്ടിൽ നല്ല പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പോൾ സ്വാസിക നമ്മുടെ ഗ്രൂപ്പാണ്. ഞങ്ങളുടെ വളരെ ചെറിയൊരു ഗ്രൂപ്പ് സിനിമയിലുള്ള വളരെ അടുത്ത ഫ്രണ്ട്സിൽ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, വളരെ സിൻസിയറാണ്. ഇത്രയും വലിയൊരു ഭാഗ്യം. ഇന്നാണ് സ്വാസികനെ കുറിച്ച് നന്നായിട്ട് തള്ളാൻ പറ്റുന്ന ഒരു ദിവസം. കാരണം നല്ല കാര്യങ്ങൾ മാത്രമല്ല പറയുള്ളൂ. തീർച്ചയായിട്ടും ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഒരുപാട് വർഷം സന്തോഷമായിട്ട് കഴിയാൻ സാധിക്കട്ടെ. വീണ്ടും എല്ലാ വർഷവും വെഡിങ് ആനിവേഴ്സറി ഇതുപോലെ വെക്കണം, നന്നായിട്ട് നടക്കണം. ഞങ്ങളെ വിളിക്കുന്ന പാർട്ടിയൊക്കെ ഉണ്ടാവും. അത് മാത്രമേ ഒരു റിക്വസ്റ്റ് ഉള്ളൂ. സന്തോഷത്തിൻ്റെ ഒരുപാട് വർഷങ്ങൾ ഉണ്ടാവട്ടെ.
ഓക്കെ, താങ്ക് യു. ശാസ്ത്രിക്കും പ്രേമിനും എന്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ കല്യാണം കഴിഞ്ഞാല്. അപ്പൊ നിറയെ പടങ്ങളൊക്കെ ഉണ്ടാവട്ടെ, സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം ഉണ്ടാവട്ടെ, എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ പ്രാപ്തിയാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. +. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾ പറയാറുണ്ടായിരിക്കും, വിശ്വസിലുപരി കുറെ കാര്യങ്ങൾ പറയാറുണ്ടായിരിക്കും. പ്ലീസ്. കാര്യങ്ങൾ എന്താണ് പറയാനുള്ളത്? എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പൊ ഞാൻ ഈ ഇനോഗ്രേഷൻ ചെയ്തിട്ട് ആദ്യം വരുന്നത് വലിയ വിജയമായി മാറട്ടെ എന്നുള്ളതാണ്. അതെ, വലിയ വിജയമായി മാറട്ടെ നിങ്ങളുടെ ദാമ്പത്യം. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. So once again, thank you so much. Thank you so much for joining. Including Papa. Once again, thank you so much for joining. ഇങ്ങനെ ഫോർമലായിട്ടൊക്കെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉള്ള കാര്യത്തില്. വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. 2 മിനിറ്റ് കഴിഞ്ഞ് സംസാരിക്കാം. കമൽ സാർ സംസാരിച്ചു. ഞാൻ പറഞ്ഞ പോലെ ഫോർമലായിട്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. പക്ഷെ ഇതൊരു അടുത്ത സൗഹൃദമായിട്ട് മാറിയിട്ട് ഒരു 2 വർഷമേ ആയിട്ടുള്ളൂ. അത് ഏറ്റവും അധികം നന്ദി പറയേണ്ടത് ഞങ്ങളുടെ അമ്മ കൂട്ടായ്മയാണ്. അതിലൂടെ പ്രോഗ്രാംസിലൂടെയാണ് ഞങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മാറിയത്. അപ്പൊ ഞാൻ തിരിച്ചറിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അതിൽ കംപ്ലീറ്റ് ഹൃദയം നൽകി അത്രയധികം ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഒരാളാണെന്നുള്ളത്. അത് ഞാൻ ധരിച്ചിരുന്നതിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തു. വളരെ നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കുന്ന ആളാണ്. ഉള്ളിലെ കാര്യങ്ങൾ അതേപോലെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ അധികം കണ്ടുവരാത്ത ക്വാളിറ്റീസ് ആണ്. അപ്പോൾ അത്തരം ഒരു നിഷ്കളങ്കത എന്നും സൂക്ഷിക്കുന്ന, ചെയ്യുന്ന കാര്യങ്ങളിൽ അത്രയും ആത്മാർത്ഥതയുള്ള, എല്ലാം കംപ്ലീറ്റ് ഹേർട്ടോടുകൂടി ചെയ്യുന്ന ഞങ്ങളുടെ പാറുവിന് എല്ലാ ആശംസകളും വെരി ഫോർമലി അറിയിക്കുകയാണ്. നല്ലൊരു ജീവിതമാണ്.
പ്രാവശ്യം ഇട്ട ഡ്രസ്സ് പിന്നെ ഇടാറില്ല. ഇതിങ്ങനെ കൊടുത്ത് ഒഴിവാക്കി വിടുകയാണ്. സോ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഡ്രസ്സിന് ഇത് ഒഴിവാക്കാനായിട്ടുള്ള അടുത്തൊരു ഡ്രസ്സാണ്. എന്താണ്, രണ്ടുപേരും ക്ലോസ് ഫ്രണ്ട്സ് ആണ്. യെസ്, പ്രേമും ക്ലോസ് ഫ്രണ്ട് ആണ്. അതോടൊപ്പം സ്വാസികയും ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഫ്യൂ വേർഡ്സ് പ്ലീസ്. സ്വാസിക എൻ്റെ നാട്ടുകാരിയാണ്. പ്രേമും ഞാനും തമ്മിലിങ്ങനെ ഒരു മോഡലാണ്. അത് ഫസ്റ്റ് പറയട്ടെ. കാര്യം ഒരു ആക്ടറുടെ പോലെ ഇതിലാണ് മോഡലാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ എവിടെ യാത്ര ചെയ്താലും പ്രേമിൻ്റെ ഒരു ഫോട്ടോ. ലുലുമാളുടെ മുമ്പിൽ തന്നെ വലിയൊരു ഫ്ലക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ നമ്മളെന്താ പറയുക, മലയാളിയാണെന്ന് ഒരു ഔട്ട്ലുക്ക് ഇല്ലാത്തൊരു മനുഷ്യനാണ് പ്രേമും ഞാനൊക്കെ. അതുകൊണ്ട് പ്രേമം ചെന്നൈയിലൊക്കെ പോയി സീരിയൽ ചെയ്യാൻ വേണ്ടി ഒരു സ്വാസിക നമ്മുടെ പെരുമ്പാവൂരിൻ്റെ ഒരു അഭിമാനമാണ്. സ്റ്റേറ്റ് അവാർഡ് വിന്നറും കൂടിയാണ്. അത് എനിക്ക് എപ്പോഴും പറയാം. കാരണം എൻ്റെ നാട്ടിൽ സ്വാസികയുണ്ട്, അങ്ങനെ കുറേ നടിമാരുണ്ടെന്ന് പറയുമ്പോൾ ഞാനും പെരുമ്പാവൂരുകാരനാണ്. സ്വാസികയുടെ സത്യം. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അഭിമാനമാണ്. പിന്നെ കല്യാണം എന്ന് പറഞ്ഞാൽ ഇതിലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കല്യാണമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ ചെക്കൻ ആരാണെന്നുള്ളൊരു ചോദ്യം. അതൊരു കല്യാണത്തിൽ വിളിക്കുമ്പോൾ നമ്മൾ വരിക, ഉപയോഗിക്കുക, പോവുക. എന്നിട്ട് ഞാൻ പിന്നെ ചോദിച്ചു, എനിക്ക് വിസിറ്റിംഗ് ഇത് അയക്കുമല്ലോ, വാട്സപ്പിൽ അയച്ചപ്പോൾ ഞാനത് ചോദിച്ചു, പ്രേമാണോ? പ്രേം എനിക്കറിയാം, എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ കുറേ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. അതിങ്ങനെ വരാൻ കഴിഞ്ഞാൽ വരുമ്പോൾ സാസിയുടെ കസിനെയും കണ്ടു. പിന്നെ ഞാൻ അവനെ കാണാൻ ടൗണിൽ വെച്ചിട്ടൊക്കെ എൻ്റെ അനിയൻ്റെ കൂടെ പഠിച്ചാണ്. അപ്പോൾ ഞങ്ങൾ അത്രയും കാര്യം എൻ്റെ കൊച്ചാപ്പാട് വീടിൻ്റെ അടുത്ത് തന്നെ സ്വാസികയുടെ വീട്. അപ്പോൾ അത്രയും എനിക്ക് നല്ല പരിചയമുള്ളത്. ചെറുപ്പം തൊട്ടേ സ്വാസികനെ കാണുന്നു, പക്ഷെ സംസാരിച്ചിട്ടില്ല. ചേച്ചിയോടുണ്ട്. നമ്മുടെ ചേച്ചി തന്നെ ന്യൂസ് നമ്മുടെ ലോക്കൽ ചാനൽ സ്വാസിക ഓൾറെഡി ഫാമിലിയായിട്ട് സെലിബ്രിറ്റീസാണ്. ഒരു ലോക്കൽ ചാനൽ ചേച്ചിയുടെ ന്യൂസൊക്കെ ഞാൻ ഇടയ്ക്ക് കാണും. ടി വി മാറ്റി പോകുമ്പോൾ ചേച്ചി എന്തായാലും ഭയങ്കര സന്തോഷം. എന്തായാലും സ്വാസിക പ്രേമിനും ഹാപ്പി മാരീഡ്. പിന്നെ സ്വാസിക ഞാനും മുന്ന റിനി അങ്ങനെ കുറേ പേരുള്ള ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. പക്ഷെ സ്വാസിക ഒരിക്കലും പ്രേമിനായിട്ട് കല്യാണം കഴിഞ്ഞ കാര്യം ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടില്ല. അത് ഭയങ്കര ഒരു അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. എന്തായാലും രണ്ടുപേരും അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഒരുപാട് വർഷങ്ങൾ പരിചയമുള്ളത് ഭയങ്കര ഭാഗ്യമുള്ള ഒരു കല്യാണമാണ്. കാര്യം രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഹാപ്പി മാരീഡ് ലൈഫ്. പിന്നെ നിങ്ങൾ പറഞ്ഞ എൻ്റെ പൊന്നു ഞങ്ങളെ അങ്ങനെയൊന്നുമില്ല. കാര്യം ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് ഒന്നാമത് ഈ മുമ്പിൽ മോഡലിംഗ് ചെയ്യുമ്പോൾ ആളുകൾ പറയും, ഈ ഡ്രസ്സ് നീ അങ്ങനെ ഇട്ടതല്ലേ, ഈ ഡ്രസ്സ് നീ ഇങ്ങനെ ഇട്ടതല്ലേ എന്നൊക്കെ പറയണതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇടാത്തത്. ഇത് കേട്ട് അങ്ങനെ കേൾക്കുന്നതുകൊണ്ട് ഈ ആളുകൾ നമ്മൾ എന്താണെന്ന് നോക്കിയെടുക്കാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഈ ഡ്രസ്സ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, ഒരു വട്ടം ഇട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ആളുകൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഭാഗ്യം. താങ്ക് യു സോ മച്ച്.
നമ്മുടെ ഗൃഹലക്ഷ്മിയുടെ കാർപ്പിക്കാണ്. അപ്പൊ എന്താണ് ഏതാണെന്നൊക്കെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 4 ദിവസം നീണ്ടു നിന്ന എൻ്റെ വെഡിങ് റിസപ്ഷൻ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ കൂടെ ഓരോരോ വിശേഷങ്ങൾ, ഓരോരോ ലുക്ക്, ഓരോരോ അറ്റയർ, അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ആഘോഷങ്ങൾക്ക് ശേഷം ഇനി ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഇനി യൂട്യൂബിലായാലും യാത്രയായാലും ജീവിതമായാലും കരിയറായാലും നമ്മൾ ഒരുമിച്ചായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും സപ്പോർട്ട് വേണം. PS forever. Thank you. Bye from PS forever.